കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിൽ. ഗംഗാവാലി പുഴയിൽ നിന്ന് 2 വാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ലോറിയുടെ മറ്റൊരു വാഹനത്തിന്റെ ഭാഗങ്ങൾ. അർജുന്റെ ലോറി എന്ന് സ്ഥിരീകരണമില്ല. ലോറി പുറത്തെടുക്കാൻ ശ്രമം. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പിന്തുണച്ചും PV അൻവറിനെ തള്ളിയും മുഖ്യമന്ത്രി. ശശിയുടെ പ്രവർത്തനം മാതൃകാപരം. അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ച രീതി ശരിയായില്ല. ശബ്ദരേഖ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതിലും രൂക്ഷ വിമർശനം. ADGP MR അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടിയില്ല. മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിന് നൽകിയ മെമ്മോറണ്ടം സംബന്ധിച്ച് വ്യാജ വാർത്ത സൃഷ്ടിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ ആലോചിക്കുന്നു. മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ചെലവുകളെ ചെലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസക്കുറവിന്റെ പ്രശ്നമല്ല, അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. ഇപ്പോൾ നടക്കുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി. മലയാള സിനിമയുടെ അമ്മ മുഖമായ കവിയൂർ പൊന്നമ്മയ്ക്ക് വിട നൽകാൻ നാട്. സംസ്കാരം അല്പസമയത്തിനകം ആലുവയിലെ വീട്ടുവളപ്പിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച് സിനിമാ ലോകം. മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വിട പറഞ്ഞത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി പോരാടിയ പോരാളി. മൃതദേഹം വൈദ്യപഠനത്തിനായി എറണാകുളം മെഡിക്കൽ കോളേജിന് വിട്ടുനൽകും. ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ അതിഷി മർലേന. സത്യപ്രതിജ്ഞ 4:30 ഡൽഹി രാജ്നിവാസിൽ. മുകേഷ് അഹ്ലാവത് മന്ത്രിസഭയിലെ പുതുമുഖം.